പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിന് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവവചനത്തിൽ നിന്ന് നാം ഓരോ നാളും കർത്താവിനെ കുറിച്ച് തിരിച്ചറിയുന്നു. നമ്മളെ വചനം, ഈ പുസ്തകം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് നമ്മൾ ഏലിയാവിനെ കുറിച്ച് അറിയാനല്ല, ഏലിശയെ കുറിച്ച് അറിയാനല്ല. ഏലിശയുടെ ശുശ്രൂഷ എങ്ങനെയായിരുന്നു, കർത്താവായ യേശു ഏത് പ്രായത്തിലാണ് ശുശ്രൂഷ ആരംഭിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ടല്ല. യോഹന്നാന്റെ സുവിശേഷത്തില് എഴുത്തുകാരൻ അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതി അവസാനിപ്പിക്കുന്നത്. അതിന്റെ 20-ാമത്തെ അധ്യായത്തിൽ 30-31 വാക്യങ്ങൾ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർക്ക് കാണിക്ക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്നത്, ഇത് എഴുതിയിരിക്കുന്നതിന്റെ ഉദ്ദേശം, നിങ്ങൾ യേശു ദൈവപുത്രനായ ക്രിസ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പൊ ഈ എഴുത്തിന്റെ എല്ലാം പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിനെ നിങ്ങൾ അറിയുക, യേശുക്രിസ്തുവിന്റെ ആ അറിവിലൂടെ നിങ്ങൾ ജീവൻ പ്രാപിക്കുക. അതാണ് ഈ എഴുത്തിന്റെ ഉദ്ദേശം. അപ്പൊ നമുക്കിവിടെ ഈ വചനത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് തരുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്, യേശുക്രിസ്തുവിനോടുള്ള നിത്യജീവനെ നാം സ്വന്തമാക്കുക എന്നതാണ് ഈ എഴുത്തുകളുടെ എല്ലാം പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വചനത്തിൽ ഇവിടെ കാണുമ്പോൾ ഈ വചനം വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നത്, ഹല്ലേലൂയ, ക്രിസ്തുവിലാണ് ജീവൻ ഇരിക്കുന്നത്. ക്രിസ്തുവിലാണ് ജീവൻ. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ യോഹന്നാന്റെ ലേഖനം, 1 യോഹന്നാന്റെ ലേഖനത്തില് അതിന്റെ 5-ാമത്തെ അധ്യായത്തിൽ 7-ാം വാക്യം, അതിന്റെ 6-ാം വാക്യം, ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു. യേശുക്രിസ്തു തന്നെ ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ. യേശുക്രിസ്തു ജലത്താലും രക്തത്താലും വന്നു എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ 7-ാം വാക്യം, ആത്മാവ് സാക്ഷ്യം പറയുന്നു. ആത്മാവ് സത്യമല്ലോ, ആത്മാവ് സത്യം. എന്നാൽ അതിന്റെ 8-ാം വാക്യം എങ്ങനെയാണ് പറയുന്നത്, സാക്ഷ്യം പറയുന്നവർ 3 ഉണ്ട്. ഒന്ന് ആത്മാവ്, ജലം, രക്തം. ഈ 3-ന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. ആത്മാവ്, ജലം, രക്തം, ഇത് 3-ന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. അപ്പൊ ഇവിടെ നമുക്ക് ഈ 3 കാര്യങ്ങളെ ഒരുമിച്ച് കാണാൻ കഴിയും: വെള്ളം, രക്തം, ആത്മാവ്. നമുക്ക് വെള്ളം എന്ന് കേൾക്കുമ്പോൾ വെള്ളത്തിന്റെ രാസനാമം H2O ആണ്. 2 തന്മാത്ര ഹൈഡ്രജനും 1 തന്മാത്ര ഓക്സിജൻ. അപ്പൊ നമുക്കറിയാം, വെള്ളം എന്ന് പറയുന്നത് നമുക്ക് ഉന്മേഷം തരുന്നത്. നമ്മൾ ജോലി ചെയ്യുന്നവര്, കായികമായി അധ്വാനിക്കുന്നവർ, അല്ലെങ്കിൽ തന്നെ മനുഷ്യന് ആവശ്യത്തിന് വെള്ളം കുടിക്കേണ്ടത് ആവശ്യമാണ് ഓരോ ദിവസവും. അവരുടെ ശരീരവും ആരോഗ്യവും അനുസരിച്ച് അവർ വെള്ളം കുടിക്കണം. ഇപ്പൊ വെള്ളം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യമാണ്. നമ്മുടെ ശരീരത്തിന് തന്നെ സിംഹഭാഗവും വെള്ളമാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ജീവൻ ഉന്മേഷം തരുന്നതാണ് വെള്ളം. ജീവൻ ഉന്മേഷം തരുന്നത്, അതിനകത്ത് ജീവന്റെ ഘടകമുണ്ട്, ഓക്സിജൻ. എന്നാൽ രക്തത്തെ കുറിച്ച് കാണുമ്പോൾ, രക്തത്തെ ശുദ്ധീകരിക്കുന്നത് ഓക്സിജൻ ആണ്. നമ്മുടെ ശരീരത്തിൽ ഓക്സിജനെ ക്യാരി ചെയ്യുന്നതും രക്തമാണ്. രക്തത്തെ ശുദ്ധീകരിക്കുന്നതും ഓക്സിജൻ ആണ്. അതുപോലെ തന്നെ ഓക്സിജനെ ക്യാരി ചെയ്യുന്നതും രക്തമാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ മുഴുവൻ ഈ ഓക്സിജൻ ആവശ്യമായിട്ട് സപ്ലൈ ചെയ്യപ്പെടേണ്ടത് ആവശ്യമുണ്ട്. നമ്മുടെ ദഹന പ്രക്രിയക്ക്, ഓർമ്മയ്ക്ക്, തലച്ചോറിന്റെ പ്രവർത്തനത്തിന് ഒക്കെ ഓക്സിജന്റെ, രക്തത്തിന്റെ അളവ്, അതായത് ഓക്സിജൻ അതത് സമയത്ത് ശരീരത്തിൽ ലഭിക്കേണ്ടത് ആവശ്യമാണ്, ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ആരോഗ്യകരമായി പ്രവർത്തിക്കാനായിട്ട്. ഇപ്പൊ വെള്ളത്തിൽ ഓക്സിജൻ ഉണ്ട്, രക്തത്തിൽ ഓക്സിജൻ ഉണ്ട്. അപ്പൊ നമുക്കറിയാം, വെള്ളം ജീവനുള്ളവർക്ക് ഉന്മേഷം തരുന്നത്, എന്നാൽ രക്തം ജീവനെ വഹിക്കുന്നത്. അതുകൊണ്ടാണ് പഴയ നിമിത്തം നമ്മൾ കാണുന്നത്, രക്തത്തോടുകൂടെ മാംസം ഭക്ഷിക്കരുത്, രക്തത്തിലല്ലോ ജീവൻ ഇരിക്കുന്നു. അപ്പൊ അവിടെ
രക്തത്തിൽ ജീവൻ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ രക്തം ജീവനെ വഹിക്കുന്നു, വെള്ളം ജീവൻ ഉന്മേഷം തരും. എന്നാല് രക്തം ജീവനെ വഹിക്കുമ്പോൾ, ജീവനുള്ളവർക്ക് ഉന്മേഷം വെള്ളം തരുമ്പോൾ, ആത്മാവ് ചെയ്യുന്ന ഒരു കാര്യമാണ് ജീവിപ്പിക്കുന്നു. ആത്മാവ് ജീവിപ്പിക്കുന്നു. മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല, വചനത്തിൽ പറയുന്ന കാര്യം. അപ്പൊ ആത്മാവ്, നമുക്കറിയാം ആത്മാവിനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ 2 വാക്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-61 വാക്യമാണ് ഇങ്ങനെ പറയുന്നത്, ആത്മാവ് ജീവിപ്പിക്കുന്നു. എന്നാല് 1 കൊരിന്ത്യർ ലേഖനം 15-45 വാക്യം ഇങ്ങനെ പറയുന്നു, ഒന്നാമത്തെ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു. അപ്പൊ അവിടെ ആത്മാവ് ജീവിപ്പിക്കുന്നു എന്ന ഈ 2 സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും. ജീവിപ്പിക്കുന്ന ആത്മാവായിരുന്നു യേശു. അപ്പൊ ഇവിടെ നമുക്ക് ഈ വചനത്തിൽ കാണാൻ കഴിയുന്നത് സാക്ഷ്യം പറഞ്ഞവർ 3 ഉണ്ട്: വെള്ളം, രക്തം, ആത്മാവ്. നമുക്ക് ദൈവവചനത്തിൽ നമ്മൾ കാണുമ്പോൾ, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. സൃഷ്ടിയുടെ ആരംഭത്തെ കുറിച്ച് വിവരിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അവിടെ 2 കാര്യമാണ് 2-ാം വാക്യത്തിൽ പറയുന്നത്. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പൊ വെള്ളത്തിന് മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു, ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം, വെട്ടേറ്റ് നിലം പതിച്ചവനായ പിശാചിനെ കുറിച്ച് വചനത്തിൽ നമ്മൾ കാണുന്നു. യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം. എന്നാൽ അവൻ ഭൂമിയിൽ വന്ന് വീണപ്പോൾ ഭൂമിയുടെ ദൈവത്തിന്റെ സൃഷ്ടി, പ്രീ ആഡമിക് കാലത്തുണ്ടായിരുന്ന സൃഷ്ടിയെ അവൻ നശിപ്പിച്ചു. ഓർഡർലെസ് ആക്കി. നശിപ്പിക്കാൻ പറ്റില്ല, ഓർഡർലെസ് ആക്കി. ഓർഡർലെസ് ആയ ഭൂമിയുടെ മേൽ വചനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ആഴത്തിൽ ഇരുളുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇരുട്ടിന്റെ മീതെ ദൈവാത്മാവ് പരിവർത്തിക്കുമോ? ഇരുളുള്ള സ്ഥലത്ത് ദൈവാത്മാവ് പരിവർത്തിക്കുമോ? അതായത് ഇരുളും ആത്മാവായിട്ട് ഒന്നിച്ചു പോകും. അപ്പൊ നമുക്ക് ഇരുൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാഴ്ചയില്ലാത്ത അവസ്ഥ, കാണാൻ സാധിക്കാത്ത അവസ്ഥ, അതിനെയാണ് ഇരുട്ടെന്ന് നമ്മൾ പറയുന്നത്. ഇരുട്ട് നമ്മൾ കേൾക്കുമ്പോൾ രാത്രി എന്ന നിലയിലോ, അല്ലെങ്കിൽ അത് ഇരുട്ടെന്ന് പറയുമ്പോൾ നമ്മളൊരു നെഗറ്റീവ് സെൻസിൽ ഇരുട്ട്, ജീവിതത്തിൽ ആകെ ഇരുട്ട് നിറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഇനി എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റുന്നില്ല. ആ ഒരു സാഹചര്യത്തെയാണ് ഇരുട്ടെന്ന് പറഞ്ഞ വാക്കുകൊണ്ട് അർത്ഥം. അപ്പൊ ഇരുട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ദൈവജനത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇരുളിനെ കുറിച്ച് നമ്മൾ 1-2 വാക്യങ്ങൾ വായിക്കാം. പുറപ്പാട് പുസ്തകത്തില് അതിന്റെ 19-ാം അധ്യായത്തിൽ, പുറപ്പാട് പുസ്തകത്തിന്റെ 19-ാം അധ്യായത്തില് നമ്മുടെ മോശയോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. പുറപ്പാട് പുസ്തകത്തില് 19-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. യഹോവ മോശയോട്, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കേണ്ടതിന്, നിന്നെ എന്നേക്കും വിശ്വസിക്കേണ്ടതിനും ഞാൻ ഇതാ മേഘതമസിൽ നിന്റെ അടുക്കൽ വരുന്നു. മേഘതമസ്, അവിടെ മേഘതമസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 21-ാം വാക്യം. അങ്ങനെ ജനം ദൂരത്ത് നിന്നു, മോശയോ ദൈവം ഇരുന്ന ഇരുളിന്റെ അടുത്ത് ചെന്നു. മോശ ദൈവം ഇരുന്ന ഇരുട്ടിന്റെ അടുക്കൽ ചെന്നു എന്നാണ് വചനത്തിൽ കാണുന്നത്. 1 രാജാക്കന്മാർ പുസ്തകം 8-ാം അധ്യായം 12-ാമത്തെ വാക്യം. 1 രാജാക്കന്മാർ 8-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അപ്പോൾ ശാലോമോൻ താൻ കൂരിരുളിൽ വസിക്കുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു. താൻ കൂരിരുളിൽ വസിക്കുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് അവിടെ പറയുന്നത്. 2 ശമൂവേലിന്റെ പുസ്തകം 22-ാം അധ്യായം, 2 ശമൂവേലിന്റെ പുസ്തകം 22-ാമത്തെ അധ്യായത്തില് അവിടെ അതിന്റെ 10ഉം 11ഉം വാക്യങ്ങൾ. അവൻ ആകാശം ചായ്ച്ചിറക്കി, കൂരിരുൾ അവന്റെ കാൽ കീഴുണ്ടായിരുന്നു. അവൻ കെരൂബിനെ വാഹനമാക്കി പറന്നു, കാറ്റിൻ ചെറുകന്റെ മേൽ പ്രത്യക്ഷനായി. അവൻ അന്ധകാരം തനിക്ക് ചുറ്റും മണ്ഡപമാക്കി, ജലാശയവും കനത്ത മേഘവും കൂടെ.
അപ്പൊ ഇവിടെ ഈ വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നത് എങ്ങനെയാണ്? അവൻ അന്ധകാരം തനിക്ക് ചുറ്റും മണ്ഡപമാക്കി, ജലാശയവും കനത്ത മേഘങ്ങളും കൂടെ. അപ്പൊ ആഴത്തിനുമീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിനുമീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇരുട്ടിനെ കുറിച്ചും വെള്ളത്തെക്കുറിച്ചും ഇവിടെ പറയുന്നു ഈ വാക്യത്തിൽ. അവൻ അന്ധകാരം തനിക്ക് ചുറ്റും മണ്ഡപമാക്കി, ജലാശയവും കനത്ത മേഘങ്ങളും കൂടെ. ജലാശയവും കനത്ത മേഘം. സൃഷ്ടിക്ക് ശേഷമാണ് കർത്താവ് വെള്ളത്തെയും വെള്ളത്തെയും തമ്മിൽ വേർതിരിക്കുന്നത്. ഇതിവിടെ വ്യക്തമാണ് ഈ വാക്യത്തിൽ. 2 ദിനവൃത്താന്തം 6:2 എങ്കിലും ഞാൻ നിനക്കൊരു നിവാസാലയം നിനക്ക് എന്നേക്ക് വസിപ്പാനുള്ള സ്ഥലം പണിതിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ 2 ദിനവൃത്താന്ത പുസ്തകം അതിന്റെ അവിടെ പറയുന്നത് ഇരുട്ടിൽ വസിക്കുന്നവനായ ദൈവത്തെ കുറിച്ച് പല സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയും. ഇരുളിൽ വസിക്കുന്നവനായ ദൈവം. അപ്പൊ അവിടെ ഇരുട്ടിൽ വസിക്കുന്നവനെന്ന ദൈവത്തെ കുറിച്ച് ഇവിടെ എല്ലാം പറയുമ്പോ 1-ാമത്തെ വാക്യം, 6-ാമത്തെ 1-ാം വാക്യം, അപ്പോൾ ശലോമോൻ താൻ കൂരിരുളിൽ വസിക്കുമെന്ന് യഹോവ ചെയ്തിരിക്കുന്നു. കൂരിരുട്ടിൽ വസിക്കുന്നവനായ ദൈവം. ഈ 2 ശമൂവേലിന്റെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അവൻ അന്ധകാരം തനിക്ക് ചുറ്റും മണ്ഡപമാക്കി, ജലാശയവും കനത്ത മേഘങ്ങളും കൂടി. അപ്പൊ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം അത് 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അവന്റെ മുമ്പിലുള്ള പ്രകാശത്താൽ തീക്കനൽ ജ്വലിച്ചു. അപ്പൊ അവിടെ നമ്മൾ ഈ അന്ധകാരം എന്ന് കേൾക്കുമ്പോൾ, ഇരുട്ടെന്ന് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ, ഇരുളെന്ന് പറയുന്നത് നമ്മുടെ ഭാഷയിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന രാത്രിയിലെ ഇരുട്ട്, പ്രകാശമില്ലാതിരിക്കുന്ന ഇരുട്ട്, ഇത് മാത്രമാണ് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത. എന്നാൽ ഇരുട്ട് എന്ന് പറയുമ്പോൾ പ്രകാശമില്ലാതിരിക്കുന്ന ഇരുട്ട് മാത്രമല്ല, രാത്രിയിലെ ഇരുട്ട് മാത്രമല്ല, നമുക്ക് കാണാൻ കഴിയാതെ വണ്ണമുള്ള പ്രകാശമില്ലേ, അതിശക്തമേറിയ പ്രകാശം, അതും ഇരുട്ടാണ്. അതിശക്തിയേറിയ പ്രകാശം, അതിനാണ് ഇരുട്ട്. അതിനെയും ഇരുട്ടെന്ന് വേണം പറയാൻ, കാണാൻ കഴിയാത്തത്. അപ്പോ ദൈവത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ആരും ഒരു നാളും കണ്ടിട്ടില്ലാത്തത്, കാണാൻ സാധിക്കാത്തത്. അങ്ങനെയാണ് നമ്മള് ദൈവവചനത്തിൽ വായിക്കുന്നത്. ആർക്കും ഒരു നാളും കാണാൻ കഴിയാത്തവനായ ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. ആർക്കും കാണാൻ കഴിയാത്തത്, കാണാനായിട്ട് ശ്രമിച്ചാലും അവർക്ക് കാണാൻ കഴിയാത്തത്. 1 തിമോത്തിയോസിന്റെ ലേഖനം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യൻ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷത്തില് 1-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പൊ ദൈവത്തെ കാണാൻ കഴിയാത്ത വണ്ണം ദൈവം മറഞ്ഞിരിക്കുന്നു. ആ പ്രകാശമാണ് നമ്മുടെ മുമ്പിൽ, നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്തവണ്ണമുള്ള അന്ധകാരം എന്ന വാക്കുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തെ നാം മനസ്സിലാക്കേണ്ടത് എന്റെ ബുദ്ധി കൊണ്ട്. നമ്മളപ്പോൾ പലരും ചോദിച്ചേക്കാം, അങ്ങനെയാണെങ്കിൽ യേശുവിനെ എല്ലാവരും കണ്ടല്ലോ, യേശുവിനെ തൊട്ടു, യേശുവിന്റെ അടുക്കൽ എല്ലാവരും പോയി. ദൈവത്തെ ആരും കണ്ടിട്ടില്ലെങ്കിൽ യേശു ദൈവമല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യേശു എന്ന നാമം കൊണ്ട് യേശുവിന്റെ പുറമേയുള്ള ഇമേജ്, രൂപത്തെയാണ് യേശു എന്ന നാമത്തെ നാം മനസ്സിലാക്കുന്നത്. എന്നാൽ അവനിൽ വസിച്ച സർവശക്തനായ ദൈവത്തിന്റെ ആത്മാവ്, യോഹന്നാന്റെ സുവിശേഷം 14:10 പറയുന്നത് ദൈവം അവനിൽ വസിച്ചു. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ പറയുന്നത് പിതാവും യേശു ഒന്നാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. യോഹന്നാൻ 10:30. അപ്പൊ യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കും, ഞാനും പിതാവ് ഒന്നാണ്. ആ വൺനെസ്, ആ വൺനെസ്സിനെ എടുത്തു പറയും. അപ്പൊ അങ്ങനെ ആ വൺനെസ്സിനെ എടുത്തു പറയുന്ന സ്ഥലത്ത് യേശുവിൽ വസിച്ച ക്രിസ്തു, പിതാവിന്റെ ആത്മാവ് യേശുവിൽ വസിച്ച ക്രിസ്തു. അപ്പൊ യേശുവിന്റെ ഉള്ളിൽ വസിച്ച പിതാവിനെ ആരും കണ്ടില്ല. ഉള്ളിലായിരുന്നു അവൻ ഇരുന്നത്. പക്ഷെ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, രോഗികളെ സൗഖ്യമാക്കി. ആ ശക്തി ആരും കണ്ടില്ല, പക്ഷെ സൗഖ്യമായി. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഭൂതങ്ങളെ പുറത്താക്കി. ആ
ആ പുറപ്പെട്ട ശക്തി ആരും കണ്ടില്ല, പക്ഷെ അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം എല്ലാവരും കേട്ടു. അവന്റെ ശരീരത്തെ എല്ലാവരും കണ്ടു. അപ്പം ആർക്കും കാണാൻ കഴിയാത്ത വെളിച്ചം, അതാണ് ഇരുട്ടെന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആർക്കും കാണാൻ കഴിയാത്ത വെളിച്ചം, ഇരുട്ടിൽ വസിക്കുന്നവനായിട്ട്. അപ്പൊ ദൈവത്തെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കത്തില്ല, പക്ഷെ അവന്റെ ബലത്തെയും ശക്തിയെയും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഈ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2 സമൂഹത്തിന്റെ പുസ്തകം അതിന്റെ 22 അധ്യായത്തിന്റെ 12 വാക്യം, അവൻ അന്ധകാരം തനിക്ക് ചുറ്റും മണ്ഡപമാക്കി ജലാശയവും കനത്ത മേഘങ്ങളും. അപ്പം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുണ്ട്. അപ്പൊ അവിടെ കാണുന്നത് പിശാച് ഈ ഭൂമിയെ നശിപ്പിക്കാൻ, അതായത് ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോ ഓർലെസ് ആയ ഭൂമിയിൽ ദൈവത്തിന്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ ചലനത്തെയും നമുക്കവിടെ കാണാൻ കഴിയും. എന്നാല് ഇതെല്ലാം നിശബ്ദമായിരിക്കുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. എന്നാൽ ഇവിടെ ദൈവം വചനം കൊണ്ട്, ആദിയിൽ ഉണ്ടായിരുന്ന വചനം, ദൈവത്തോട് കൂടെയായിരുന്ന വചനം, ദൈവമായിരുന്ന വചനം പുറപ്പെട്ടപ്പോൾ, അതെ ഹല്ലേലൂയ ആമേൻ, വെള്ളത്തിനകത്തുണ്ടായിരുന്ന, അതായത് ഇരുട്ടിന്റെ അകത്ത് മറഞ്ഞിരുന്ന ദൈവ സൃഷ്ടി വെളിപ്പെട്ട് വരാൻ തുടങ്ങി. അതാണ് നമുക്ക് 2 പത്രോസിന്റെ ലേഖനത്തില് നമുക്കത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2 പത്രോസിന്റെ ലേഖനം അതിന്റെ 3 അധ്യായം 5 വാക്യം, ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും. അപ്പൊ അവിടെ വചനം പറയുന്നത് ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമി. അപ്പൊ അവിടെ വ്യക്തമായി പറയുന്നു ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താൽ. അപ്പൊ വെള്ളത്തിൽ നിന്നാണ് ഭൂമി ഉണ്ടായതെന്ന വചനം പറയുന്നത്. ഇപ്പൊ ശാസ്ത്രീയമായ തെളിവുകൾ വരുന്നു. അപ്പൊ ഇവിടെ വെള്ളത്തിൽ നിന്നും വെള്ളത്താൽ ഉണ്ടായ ഭൂമി. അപ്പോ ദൈവത്തിന്റെ ആത്മ വെള്ളത്തിനും ഇതേ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ നിന്നാണ് സകലവും ഉളവാക്കപ്പെട്ടത്. വെള്ളത്തിൽ നിന്ന്, ഫ്രം ദ വാട്ടർ. എവറിത്തിങ് ക്രിയേറ്റഡ് ഫ്രം ദ വാട്ടർ. അപ്പൊ അവിടെ വ്യക്തമാണ് 2 പത്രോസിന്റെ ലേഖനം 3 അധ്യായം 5 ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായി. അപ്പൊ ചിന്തിച്ചു നോക്കിക്കേ, മനുഷ്യന്റെ ജീവനുള്ള സകല ജീവജാലങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. എല്ലാ ജീവജാലങ്ങളുടെയും, ജീവനുള്ള എല്ലാവറ്റിന്റെയും പ്രധാനപ്പെട്ട കണ്ടന്റ് വെള്ളമാണ്. വൃക്ഷങ്ങളെ നോക്കിക്കേ, മൃഗങ്ങൾ, മനുഷ്യൻ, എല്ലാവറ്റിന്റെയും കണ്ടന്റ്, പ്രധാനപ്പെട്ട കണ്ടന്റ് വെള്ളമാണ്. ഇപ്പൊ വെള്ളത്തിൽ നിന്നും വെള്ളത്താലും, അതിപ്പോ സത്യമാണ്. വചനത്തില് ശാസ്ത്രമാകട്ടെ എല്ലാ കാര്യത്തെയും അസന്നിഗ്ധമായി തെളിയിക്കുന്ന കാര്യമാണ് ഇവിടെ വെള്ളത്താലും വെള്ളത്തിൽ നിന്നും ഉളവായത്. അപ്പൊ ദൈവം പറഞ്ഞപ്പോൾ, ദൈവത്തിന്റെ വചനം പുറപ്പെട്ടപ്പോ വെള്ളത്തിൽ നിന്നും സൃഷ്ടി പുറപ്പെട്ടു. സൃഷ്ടി, മറഞ്ഞിരുന്ന സൃഷ്ടി, വെള്ളത്തിനകത്ത് ആഴത്തിന് മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ഇരുൾ എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യമാണ്. ആ അവനിൽ നിന്നും അവനാലും സകലവും പുറപ്പെട്ടു. അവനിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന്, ആഴത്തിന് മീതെ ഉണ്ടായിരുന്ന ഇരുട്ടിൽ നിന്ന്, ദൈവത്തിൽ നിന്ന്, ആത്മാവിൽ നിന്ന്, വചനത്താൽ സകലവും ഉളവായി. ആമേൻ. അപ്പോൾ ഇതെല്ലാം ഉണ്ടായത് വെള്ളത്തിൽ നിന്നാണ്. പക്ഷെ വചനത്താൽ, അതായത് വെള്ളത്തിൽ അതുണ്ട്, പക്ഷെ ഉണ്ടാകട്ടെ എന്ന് വചനം പറഞ്ഞപ്പോഴാണ് അതിന് രൂപമുണ്ടായത്, ഭാവമുണ്ടായത്, അതിന് എൻറ്റിറ്റി, അതിൻ്റെതായ രൂപഭാവങ്ങൾ ഉണ്ടായി പുറത്തേക്ക് വന്നത്. പ്രൈസ് ഗാഡ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ ആദിയിൽ ദൈവം വെള്ളത്തിന് മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അതായത് പ്രിയപ്പെട്ട, ഞാൻ പറയട്ടെ, ഇത് വലിയൊരു സന്ദേശത്തോടു കൂടിയാണ് ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത്. പിശാച് നശിപ്പിക്കാനായിട്ട് നോക്കി, പക്ഷേ നശിപ്പിക്കാൻ പറ്റിയില്ല. കാരണം ആഴത്തിന് മീതെ, ഹല്ലേലൂയ, ആ ആഴത്തിനകത്ത് കർത്താവ് വന്നു വസിച്ചു. ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു.
നശിപ്പിക്കാൻ കഴിയാത്ത വെള്ളം. പക്ഷേ ഒരു കാര്യം സംഭവിച്ചു, ഡിസ്ഓർഡറായി. ഇംഗ്ലീഷിൽ അത് അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്, ഫോംലെസ്, ഓർഡർലെസ്, ഓർഡർ ഇല്ലാതെ, രൂപമില്ലാതെ ഭൂമിയുടെ മനോഹാരിത നഷ്ടപ്പെട്ടു. പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നത് വചനത്താൽ രൂപമില്ലാത്തതിന് വീണ്ടും രൂപമുണ്ടായതുപോലെ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ആമേൻ, ഹല്ലേലൂയ. നമ്മൾ അറിയാത്തൊരു രഹസ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിന് ഇരുട്ടില്ലേ? നമ്മൾ പറയുന്നില്ലേ നമ്മുടെ ജീവിതത്തിന് ഇരുട്ട്? നിങ്ങളൊരു ഇരുട്ടിനകത്താണ്, നിങ്ങളൊരു വലിയ പ്രയാസത്തിനകത്താണ്. അല്ല പ്രിയപ്പെട്ടവരെ, ആഴത്തിനകത്ത്, നിങ്ങളുടെ ഇരുട്ടിനകത്ത് ദൈവമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ കൂടുതൽ താഴ്വരി കൂടെ നടന്നാൽ ഒരാളത്തും ഭയപ്പെടത്തില്ല, ആ ഇരുട്ടിലും മൈ ഗോഡ് ഈസ് വിത്ത് മീ. മൈ ഗോഡ് ഈസ് വിത്ത് മീ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇരുട്ട് പോലെ തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇരുട്ടിൽ മറഞ്ഞിരിക്കുക, ദൈവം നിങ്ങളുടെ അകത്തുണ്ട്. ഗോഡ് ഈസ് ഇൻ യു. അതുകൊണ്ടാണ് വചനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചു എന്നത്. വചനത്താൽ വീണ്ടും ജനിപ്പിച്ചു. അത് നമ്മൾ ആരാണെന്നുള്ളത് വചനത്താലാണ് തിരിച്ചറിഞ്ഞത്. നമ്മുടെ ഉള്ളിൽ ഇതൊരു മനുഷ്യനെ കുറിക്കുന്ന കാര്യമാണ്. ഉൽപ്പത്തിയുടെ ആരംഭത്തിൽ പറഞ്ഞ ഒരു വ്യക്തിയെ കുറിക്കുന്നതാണ്. പിശാച് നശിപ്പിക്കാൻ നോക്കിയപ്പോൾ നിന്റെ അകത്ത് ദൈവം വസിക്കുന്നതുകൊണ്ട് നശിപ്പിക്കാൻ കഴിഞ്ഞില്ല അവന്. പക്ഷെ ഓർഡർലെസ് ആക്കി. എന്താ ഓർഡർലെസ് ആക്കി? ബോഡി, സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി എന്ന് പറയുന്ന സ്ഥലത്ത് ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് എന്ന് ഓർഡർലെസ് ആക്കി. പക്ഷെ വചനം പുറപ്പെട്ടപ്പോ വീണ്ടും സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി ആ നിലയിലേക്ക് ഹല്ലേലൂയ ഓർഡർ ആയിട്ട് വന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. പ്രിയപ്പെട്ടവർ, അവിടെ ഇത് വളരെ വ്യക്തമായ കാര്യമാണ്. ഇതിനകത്ത് നമുക്ക് സംശയത്തിനൊന്നും ആവശ്യമില്ല. ക്ലിയറാ, വളരെ വ്യക്തം. അപ്പൊ ഇവിടെ വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നത് ആഴത്തിനുമേൽ ഇരുളുണ്ടായിരുന്നു. ഇത് കാണാൻ കഴിയുന്നില്ല. കാണാൻ കഴിയാത്തടത്ത് വസിക്കുന്ന ദൈവം. അതെ, ദൈവം വസിക്കുന്നത് നിങ്ങളെ ചുറ്റുപാടുകൾ നോക്കുന്ന എവിടെയോ ഒരാളിലോ ഒരു സ്ഥലത്തോ ഒരു വസ്തുവിലോ അല്ല ദൈവം വസിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല, പക്ഷെ ഹീസ് ഇൻ യു. ഹീസ് ഇൻ യു. വചനത്താൽ അത് പുറപ്പെട്ടു വരും. വചനത്താൽ അവൻ പുറപ്പെട്ടു വരും. വചനത്താൽ ഹല്ലേലൂയ നിങ്ങളുടെ അകത്തിരിക്കുന്ന നന്മ, ദൈവത്താലുള്ള സകല അനുഗ്രഹങ്ങളും വെളിപ്പെട്ടു വരും. ഇറ്റ് ഈസ് അബൌട്ട് എ മാൻ. പിശാച് തകർക്കാൻ നോക്കിയെടുത്ത് ഇല്ല, നശിപ്പിക്കാൻ അവന് കർത്താവ് അനുവദിക്കത്തില്ല. ബിക്കോസ് ക്രൈസ്റ്റ് ഈസ് ഇൻ യു, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. ഇത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മം. വാട്ട് ഈസ് ദാറ്റ്? ക്രൈസ്റ്റ് ഈസ് ഇൻ യു, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. ക്രൈസ്റ്റ് ഈസ് ഇൻ യു, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. അപ്പൊ ആ മിസ്റ്ററി ഇല്ലേ, ആ മിസ്റ്ററി, ആ രഹസ്യം അത് വെളിപ്പെട്ടു വന്നു. അതുകൊണ്ട് വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നത് അത് പ്രസംഗിക്കേണ്ടതിന്. അപ്പൊ അത് പ്രസംഗിക്കപ്പെടേണ്ടത്. യേശുക്രിസ്തു വന്നിട്ട് പറഞ്ഞു, ഞാൻ ദരിദ്രരുടെ സുവിശേഷം അറിയിപ്പാൻ, പ്രസാദവർഷം പ്രസംഗിപ്പാൻ. പ്രീച്ച് ദ വേർഡ് ഈസ് ഇമ്പോർട്ടന്റ്. അപ്പോ അകത്ത് ആഴത്തിനു മീതുള്ള ദൈവത്തെ, നിങ്ങൾ മറിഞ്ഞിരിക്കുന്ന ക്രിസ്തു. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സാൽവേഷൻ ഈസ് നത്തിങ്. രക്ഷ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഉള്ളിലെ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നതാണ് സാൽവേഷൻ. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് എന്തെങ്കിലും ചില കാര്യങ്ങളിൽ നിന്ന് മാറി വേറൊന്ന് കാര്യമാവുമ്പോൾ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒന്നുമല്ല സാൽവേഷൻ. നിങ്ങൾ തിരിച്ചറിയണം, ക്രൈസ്റ്റ് ഈസ് ഇൻ യു, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. അതാണ് സാൽവേഷൻ. അപ്പൊ ഇത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മം വചനത്താൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ചു. 1 പത്രോസ് ലേഖനം 1-ാം അധ്യായത്തിൽ, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ ഒക്കെ ഇത് എടുത്തെടുത്ത് പറയുന്നു, വചനത്താൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ചു. അതായത് ആഴത്തിനുമേൽ ഇരുളുണ്ടായിരുന്നു. നിങ്ങളുടെ അകത്ത് ദൈവം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ദൈവം ഇല്ലായിരുന്നു എന്നുള്ളതല്ല, അവിടെ അകത്ത് ദൈവം ഉണ്ടായിരുന്നു. ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. എന്തിനാണെന്നറിയാമോ? ഈ ഒരു വെളിപ്പാട് കൊടുക്കുവാനായിട്ട്. അതെ, ഹല്ലേലൂയ. ആത്മാവ് വരുമ്പോ അവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്താ വെളിപ്പെടുത്തി തരുന്നത്? നിങ്ങളുടെ ഉള്ളിൽ കർത്താവുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ക്രൈസ്റ്റ് ഈസ് ഇൻ യു, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. ക്രൈസ്റ്റ് ഈസ് ഇൻ യു, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. ക്രൈസ്റ്റ് ഈസ് ഇൻ യു, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. അത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അതെ, പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ പിശാച് എത്ര നശിപ്പിക്കാൻ നോക്കിയാലും ഇല്ല, അവന്റെ സാന്നിധ്യം നിങ്ങളുടെ ഉള്ളിലുള്ളതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിധത്തിലും ചിലപ്പോൾ ഓർഡർലെസ് ആക്കി എന്നിരിക്കും,
പക്ഷെ നിങ്ങളെ നശിപ്പിക്കാൻ സാധ്യമല്ല. പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ എല്ലാറ്റിനെയും ക്രമമാക്കും. വചനം നിങ്ങളിലേക്ക് വരുമ്പോൾ ഓർഡർലെസ് ആയതിനെ മുഴുവൻ ഓർഡറിലേക്ക് കൊണ്ടുവരും. പ്രൈസ് ഗോഡ്. ഇന്ന് നിങ്ങളുടെ വചനം കേൾക്കുമ്പോൾ ക്രമം നഷ്ടപ്പെട്ടു പോയി, സ്വസ്ഥതയില്ലാതെ സാമ്പത്തികമായി, കുടുംബജീവിതത്തിനകത്ത്, തലമുറകൾ ജീവിതത്തിനകത്ത്, ആമേൻ ഹല്ലേലൂയ, ഓർഡർലെസ് ആയിട്ട് തകർന്ന ആരെങ്കിലും എന്നെ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാനായിട്ട് ഗോഡ് ക്യാൻ. നിങ്ങളുടെ അവസ്ഥകളെ മുഴുവൻ മാറ്റിമറിക്കാനായിട്ട് എൻ്റെ ദൈവത്തിന് സാധ്യമാണ്. എൻ്റെ ദൈവത്തിന് സാധ്യമാണ്. അതുകൊണ്ട് നിരാശപ്പെടേണ്ട, തളരണ്ട, തകരണ്ട. ആമേൻ. വചനത്തിൽ നിന്ന്, വെള്ളത്തിൽ നിന്നും വെള്ളത്താലും സകലത്തിനെയും വചനത്താൽ ഉളവാക്കിയ ദൈവം, അതെ, നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ദൈവമഹത്വം വെളിപ്പെടുമ്പോൾ, അതെ, ഇനി രോഗം നിങ്ങളുടെ മേൽ വാഴത്തില്ല, ശാപം നിങ്ങളുടെ മേൽ വാഴത്തില്ല. നിങ്ങൾ ഇന്നുവരെ കണ്ടതായ, നിങ്ങളെ പലതും ഡോമിനേറ്റ് ചെയ്ത് നിന്ന് കാണും. ഇന്നും ചിലപ്പോൾ നിങ്ങൾക്കൊരു അൺസർട്ടനിറ്റി, എങ്ങനെ മുന്നോട്ട് പോകും, ഭയം കാണും. പക്ഷെ ഞാൻ പറയട്ടെ, ഇല്ല, ഇതുവരെ നിങ്ങളെ വാണോണ്ട് വരുന്ന ഒന്നിനും ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെന്നുള്ള വെളിപ്പാട് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഇനി അതിന് നിങ്ങളെ വാഴുവാൻ സാധ്യമല്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ബോധ്യത്തോടുകൂടെ കർത്താവിലാകുക, ആ ബോധ്യത്തോടുകൂടെ സ്റ്റെപ്പുകൾ എടുക്കുക, ചൂടുകൾ വെക്കുക. നിങ്ങൾ നശിച്ചു പോകത്തില്ല. നിങ്ങളുടെ തലമുറകളെ നശിച്ചവരെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബജീവിതത്തെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ? തകർന്നു പോയ നിങ്ങളുടെ കുടുംബജീവിതം, തകർന്നു പോയ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി, നിങ്ങൾ ഭാരപ്പെടേണ്ട. ക്രൈസ്റ്റ് ഈസ് ഇൻ യു, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. വിശ്വസിച്ച് നിങ്ങൾക്ക് ഒരു പുതിയ ആരംഭം ഇന്ന് കർത്താവ് നൽകുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവ് യേശുവിന്റെ നാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവ് അങ്ങയുടെ ജീവൻ അവരിലേക്ക് ഒഴുകട്ടെ. അസാധ്യതകളെ മുഴുവൻ സാധ്യമാക്കുന്ന ദൈവമഹത്വം ഇപ്പോൾ തന്നെ അവരിൽ വെളിപ്പെടട്ടെ. അവരുടെ അവസ്ഥകളിൽ ഒരു അസാധാരണമായ മാറ്റത്തെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. കുടുംബങ്ങളെ അനുഗ്രഹിക്കും കർത്താവെ. ഓർഡറിലില്ലാതെ തകർന്നുപോയി, അതിന്റെ ക്രമം കെട്ട് നശിച്ചുപോയി, നഷ്ടപ്പെട്ട് ഭാരത്തോടിരിക്കുന്ന ഓരോ കുടുംബങ്ങൾക്ക് പ്രാർത്ഥിക്കും. ഇപ്പോൾ തന്നെ കർത്താവെ, ഒരു പരിശുദ്ധാത്മാവിന്റെ ബലത്തോടെ, വചനത്തിന്റെ ശക്തിയോടെ, ദൈവകൃപയോടെ അവർ എഴുന്നേൽക്കട്ടെ, ഫലം കായ്ക്കട്ടെ കർത്താവ്. ഞാൻ ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഫലകരമായി തീരുവാൻ സഹായിക്കണം. പ്രത്യേകിച്ച് തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആ വിഷയത്തിനകത്ത് ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിൾ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. അവസ്ഥകൾ മാറുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ ഹല്ലേലൂയ സംഭവിക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി. മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടി യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹകരമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ തുടർന്ന് ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പ്രോഗ്രാം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാനും ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഞങ്ങളുടെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് ആ പുസ്തകം ലഭിക്കും. നിങ്ങൾ നിശ്ചയമായിട്ടും അത് പ്രയോജനകരമായിരിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.